അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സദ്യക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുവരെയും ഇതുപോലെ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ ഇതിലേക്ക് സ്വല്പം സുർക്ക കൂടി ചേർത്ത് കൊടുക്കുക. സുർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.